കൊല്ലം കേന്ദ്രീകരിച്ച് ESI മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് നടക്കുന്നത്. CPM-ന്റെ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. വലിയ വിവാദമുണ്ട്. MK പ്രേമചന്ദ്രൻ പറയുന്നത് CPM മന്ത്രി വീണ ജോർജിനെ ഉപയോഗിച്ച് പദ്ധതി അങ്ങ് മുടക്കിയെന്നാണ്. മുടക്കിയിട്ടുണ്ടോ പാർട്ടി? എന്താ പറയുള്ളത്? അത് പ്രേമേന്ദ്രന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും നല്ലതുപോലെ അറിയാവുന്ന ആളാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലും മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആളാണല്ലോ. ഏതെങ്കിലും കേരളത്തിലേക്കോ കൊല്ലം ജില്ലയിലേക്കോ വരുന്ന ഒരു പദ്ധതിയും ഒരു കാലത്തും തടസ്സം നിൽക്കുകയോ അതില്ലാതാക്കുകയോ ചെയ്തിട്ടുള്ള പാർട്ടിയല്ല CPM ഇടതു മുന്നണി എന്നുള്ളത് പ്രേമേന്ദ്രൻ അറിയാമെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും ഒരു പോവറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദിനംപ്രതിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയുടെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു ആരോപണമാണത്. വസ്തുത എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ കേരളത്തിലൊരു ESI മെഡിക്കൽ കോളേജ് വേണം എന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ തന്നെ പഴക്കമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ESI ആനുകൂല്യങ്ങൾ പറ്റുന്ന തൊഴിലാളികളുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പോൾ കൊല്ലത്ത് മാത്രമായിട്ടൊരു മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് കോളേജ് എന്തുകൊണ്ട് സ്ഥാപിക്കുന്നില്ല? ഈ ആവശ്യം വളരെ വർഷങ്ങളായി ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് ഒരു ESI മെഡിക്കൽ കോളേജ് അനുവദിച്ചു. അത് കൊല്ലത്തിന് ലഭിച്ചു. ആ മെഡിക്കൽ കോളേജ് ESI മെഡിക്കൽ കോളേജായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ESI കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജ് നടത്താൻ താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ പ്രസ്താവന ഇറക്കുകയും അവരുടെ ബോർഡ് തീരുമാനിക്കുകയും ആ പ്രസ്താവന ഇറക്കുകയും ബോർഡ് തീരുമാനിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ മെഡിക്കൽ കോളേജ് ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് കേരള സർക്കാർ, അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നപ്പോഴാണ് ESI കൈയൊഴിഞ്ഞ മെഡിക്കൽ കോളേജിനെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പാരിപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്നത്. ആ മെഡിക്കൽ കോളേജ് ഇവിടെ തന്നെ നിലനിർത്തി 250 സീറ്റ് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുകയും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ESI അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഇല്ലാതാക്കിയതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആശ്രമത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജായി മാറ്റുന്നു എന്ന നിലയിലൊരു പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വരുന്നു. ESI മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിക്കുന്നതോ ആശ്രമത്തെ ചികിത്സാ കേന്ദ്രത്തെ ഒരു മെഡിക്കൽ കോളേജാക്കി ഉയർത്തുന്നതിനൊന്നും ഒരു കാലത്തും ഞങ്ങളെതിരല്ല, സംസ്ഥാന ഗവൺമെൻറ് എതിരല്ല. മെഡിക്കൽ കോളേജ് കൊല്ലത്ത് തന്നെ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ ജില്ലാ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ 20 ഏക്കർ ഇല്ല എന്ന കാരണത്താൽ കൊല്ലത്തിന് ഒരു മെഡിക്കൽ കോളേജ് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ 20 ഏക്കറാക്കാൻ വേണ്ടി പാർവതി മില്ലിൻ്റെ സ്ഥലം കൂടി ഏറ്റെടുക്കാൻ വേണ്ടി പരിശ്രമിക്കപ്പെട്ടപ്പോൾ ആ പാർവതി മില്ലിൻ്റെ സ്ഥലം കൂടി ചേർത്ത് വിക്ടോറിയ ആശുപത്രി, ജില്ലാ ആശുപത്രി എല്ലാം ചേർത്തൊരു മെഡിക്കൽ കോളേജ് വരുന്ന ഘട്ടം എത്തിയപ്പോൾ അതിനെ തുരങ്കം വെച്ചതും UDF-ൻ്റെ സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ഈ സ്ഥലം വിട്ടുതരാതിരിക്കുകയും ചെയ്തു. നിയമപരമായി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലത്ത് ESI ആശുപത്രി വരുന്നതിൽ തടസ്സമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നടത്താം അല്ലേ? നമ്മൾ എതിരൊന്നുമല്ല. അല്ല, തടസ്സം എന്ന് പറയുന്നത് ഞങ്ങൾ സൃഷ്ടിച്ചതല്ല. ESIയുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരുടെ ടീമും ഈ സ്ഥലം പോയി പരിശോധിച്ചു. ഇത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടപ്പോൾ അവർ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മതിയായിട്ടുള്ള സ്ഥലമില്ല, മതിയായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നും. ഇക്കാര്യം തന്നെ അവിടുത്തെ HMC-യിൽ MP ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ മതിയായ സൗകര്യങ്ങളില്ല എന്ന് കൊല്ലത്ത് ചേർന്ന യോഗത്തിലും എല്ലാ യൂണിയനുകളുടെയും ഉദ്യോഗസ്ഥ പ്രതിനിധികളുടെയും യോഗത്തിലും ആ നിലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മിനിസിലുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രേമേന്ദ്രൻ MP അപ്പോൾ പുകമറ സൃഷ്ടിക്കുകയാണോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി? അതെന്താണെന്ന് ചോദിച്ചാൽ, മുമ്പ് ഇതുപോലെ ESIയുടെ ഒരു മെച്ചപ്പെട്ട ചികിത്സാ കേന്ദ്രം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുകോൺ ESI ആശുപത്രിയിൽ ഈ കൊടിക്കുന്ന് സുരേഷും എല്ലാം കൂടി ചേർന്നിട്ടൊരു കല്ലിട്ടിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് അവിടെ ഒരു കല്ലിട്ടത്. ആ കല്ല് അതുപോലെ അവിടെ കിടപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കല്ലിടും. ഇങ്ങനെ ഇത്രയെല്ലാം ഒരു ഇടപെടലും അതുപോലെ തന്നെ സ്വാധീനവും കേന്ദ്രത്തിൽ പ്രേമേന്ദ്രന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർവതി മില്ല് തുറക്കുന്നില്ല? ആ പാർവതി മില്ലിൻ്റെ സ്ഥലം കൂടി മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി കണ്ടെത്തി മെഡിക്കൽ കോളേജ് തുടങ്ങാൻ 20 ഏക്കർ സ്ഥലം ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് വരുത്തിയതിന് ശേഷം ആ കാര്യത്തിലേക്ക് നീങ്ങിയല്ലേ ചെയ്യേണ്ടത്. സ്ഥലം എവിടെ, സൗകര്യം എവിടെ? ഇത് ചോദിക്കുന്നത് കേരള ഗവൺമെൻറ് അല്ല, ESIയുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കപ്പെട്ടത് സ്ഥലമില്ല, പരിമിതിയുണ്ട്.
എന്ന് അവർ കാണിച്ചൊരു റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്താൽ മെഡിക്കൽ കോളേജ് അവിടെ അനുവദിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ടപ്പോൾ സൗകര്യങ്ങളില്ലാത്തതിനെ തുടർന്ന് ആ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കുകയും അവിടുത്തെ കുട്ടികളുടെ പഠനം ഇടയ്ക്ക് മുടങ്ങുകയും ചെയ്ത സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കുണ്ടറ വലിയ താലൂക്ക് ഹോസ്പിറ്റലാണ്, ഒരാൾ അവിടെ ചെന്ന് രാവിലെ പ്രഖ്യാപിക്കുകയാണ് ഇത് മെഡിക്കൽ കോളേജ് ആക്കിയിരിക്കുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ് ആക്കുമെന്ന് പറഞ്ഞാൽ ഒരാൾ പ്രഖ്യാപിക്കുകയോ ആരെങ്കിലും പ്രഖ്യാപിക്കുകയോ ചെയ്താലാവോ? സൗകര്യങ്ങളല്ലേ പ്രധാനം. അതുകൊണ്ട് ഇത് വസ്തുത ഉള്ളതല്ല പ്രേമേന്ദ്രൻ്റെ കാര്യം. എന്നാൽ ഏതെങ്കിലും ഒരു സംവിധാനം കേന്ദ്ര സഹായത്തോടുകൂടി കേരളത്തിൽ കൊണ്ടുവന്നാൽ, കൊല്ലത്ത് കൊണ്ടുവന്നാൽ ആദ്യം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് ഇടതുപക്ഷമായിരിക്കും. എന്തായാലും NK പ്രേമചന്ദ്രൻ MP രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ വസ്തുതയില്ല എന്നാണ് CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി നിലവിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.